ആകപ്പാടെ മൊത്തത്തിൽ പണിയായതുപോലെ തന്നെയാണ്. പണി കിട്ടിയതുപോലെയാണ്. അതായത് ഇപ്പം ഒരു ദിവസം ഒക്കെ കഴിഞ്ഞു പോകണമെങ്കിൽ ചിലവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ബോധം കെടും. അതായത് ആ, ആഹാര സാധനങ്ങൾ മുതൽ അങ്ങനെ മറ്റെന്ത് കാര്യങ്ങളായാലും വിലവർധനവ് എന്ന് പറയുന്നത് അങ്ങ് എക്സ്ട്രീം ലെവലിൽ നിൽക്കുവാണ് നമ്മുടെ നാട്ടിൽ. അതിനൊരു ഉദാഹരണം തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പം വെളിച്ചെണ്ണയുടെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ഞെട്ടും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വില, ഈ പറയുന്ന പോലെ ആഹാര സാധനങ്ങളുടെ ഉപയോഗ സാധനങ്ങളുടെ വില, തേങ്ങയുടെ വില, അതുപോലെ തന്നെയാണ് മറ്റുള്ള ആക്സസറീസിൻ്റെ കാര്യങ്ങളിൽ ആയാലും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബൈക്കൊക്കെ കേടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബൈക്ക് കേടാവണ്ട, ജസ്റ്റ് എന്തെങ്കിലും സർവീസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററുകളിലോ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സർവീസെല്ലാം കഴിഞ്ഞ് അതിൻ്റെ എമൗണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് കേട്ട് ഞെട്ടിപ്പോവും. കാര്യം നമ്മൾ മനസ്സിൽ പോലും കാൽക്കുലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള എമൗണ്ടുകളാണ് ഇപ്പോൾ പല കാര്യങ്ങൾക്കും കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സമയത്ത് തന്നെയാണ് ഇപ്പം എന്താ ICC ബാങ്ക് ഈ അർബൻ സിറ്റികളിലും മെട്രോ സിറ്റികളിലും ഉള്ള ആൾക്കാർക്ക്, അതായത് മിനിമം ആവറേജ് മന്ത്ലി ബാലൻസ് 50,000 രൂപ ഓഗസ്റ്റ് മുതൽ ആക്കാൻ പോകുന്നു എന്ന് ഇങ്ങനെ കേൾക്കുന്നത്. അതായത് ഇനി മുതൽ മന്ത്ലി ആവറേജ് അക്കൗണ്ട് ബാലൻസ്, അതായത് മിനിമം അക്കൗണ്ട് ബാലൻസ്, മന്ത്ലി അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 50,000 രൂപ കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. അതായത് മെട്രോ അർബൻ സിറ്റികളിലുള്ള ആൾക്കാർ, അതായത് നേരത്തെ 10,000 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 50,000 രൂപയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രയാസം തന്നെയാണ്. കാര്യം ഈ അർബൻ സിറ്റികളിലും മെട്രോ സിറ്റികളിലും എല്ലാം താമസിക്കുന്ന ആൾക്കാരെല്ലാം പണക്കാരൊന്നുമല്ല. ഈ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ടെല്ലാം വന്ന് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാം ഈ പറയുന്ന പോലെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മന്ത്ലി ഇത്ര രൂപ അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പാടായിരിക്കും. കാര്യം ഇപ്പോൾ തന്നെ ബാങ്കുകൾ പല രീതിയിലുള്ള സർവീസ് ചാർജുകൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ UPIയിലെ ഉപയോഗങ്ങളിലും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എല്ലാം കൊണ്ടും ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ആൾക്കാർക്ക് കയ്യിൽ കാശ് സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടും മറ്റുള്ള പല, അതായത് ന്യൂജൻ ആൾക്കാരെന്നല്ല, ഇപ്പോഴത്തെ ഉള്ള ഒരു ന്യൂജൻ ബാങ്കുകളെല്ലാം തരുന്ന ഫെസിലിറ്റികളെന്ന് പറഞ്ഞാൽ അത്ര ഉപയോഗമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കാശ് കൈകാര്യം ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ബില്ലുകൾ അടയ്ക്കാനും എല്ലാം വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതലും ബാങ്കാണ് ആശ്രയിക്കുന്നത്. അപ്പം ബാങ്കിൽ ഇങ്ങനെ കൊണ്ട് കാശിടണമെങ്കിൽ ഇത്രയും എമൗണ്ട് വേണമെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുവിധം ആൾക്കാരെല്ലാം പെട്ടുപോകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് അപ്പം ഈ പറയുന്ന പോലെ സെമി അർബൻ സിറ്റികളിലും ഈ പറയുന്ന പോലെ 25,000 രൂപ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് 5,000 രൂപയിൽ നിന്നും. അതുപോലെ തന്നെയാണ് റൂറൽ ഏരിയകളിലുള്ള ആൾക്കാർക്കും ഏകദേശം 10,000 രൂപയോളം കീപ്പ് ചെയ്യണം 5,000 രൂപയിൽ നിന്ന്. പണ്ട് 5,000 ആയിരുന്നു, പക്ഷേ ഇതെല്ലാം മാറി എന്നുള്ളതാണ്. ഇപ്പം അർബൻ സിറ്റികളിൽ 10,000 ആയിരുന്നത് 50,000 ആകാൻ പോകുന്നു. ഓഗസ്റ്റ് മുതൽ അങ്ങനെയാണ് ICC ആക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ അറിവ്. അപ്പോൾ എന്തായാലും കൊള്ളാം. കാര്യം ഇനി അങ്ങോട്ടൊക്കെ അല്ല, അതായത് ഒരു ദിവസം ഒരു ആളിന്, അതായത് ഒരു ശരാശരി ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളിന് ഒരു ദിവസം തള്ളി നീക്കാനായിട്ട് അപ്പം എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം.